Morning. Good morning, ma'am. Good morning. Good morning, Miss. Morning. Good morning, Miss. Morning. Good morning. Good morning. Okay, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഏതൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു? അപ്ലൈ പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ്, digitize inventory and management asset tracking, prioritize asset with a direct impact on the patient well-being, conduct regular in-house audit and assessment, and implement computerized maintenance management software. ഇവിടെ വരെയല്ലേ പറഞ്ഞത്? സ്കോപ്പ് ഓഫ് മെയിൻ്റനൻസ് മാനേജ്മെന്റിന്റെ പറഞ്ഞിരുന്നല്ലോ. ഈ ഫ്ലോ ചാർട്ട് പറഞ്ഞിരുന്നല്ലേ? യെസ്. You really think you can stay on top shift schedules? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്. ചാപ്റ്റർ പഠിച്ചു വെക്കണം കേട്ടോ.
You really think you can stay on top of schedules, asset health and procurement, safety and compliance guidelines, inventory management, vendor management, and contractor management, while constantly balancing preventive maintenance with workers and patient service requests in an already dynamic environment where a situation can change on a dime. Okay. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അസറ്റ് ഷിഫ്റ്റ് ഷെഡ്യൂൾസുകൾ അല്ലെങ്കിൽ അസറ്റ് ഹെൽത്ത് ആൻഡ് പ്രൊക്യൂർമെന്റ്സ്, സേഫ്റ്റി ആൻഡ് കംപ്ലൈൻസ് ഗൈഡ് ലൈൻസ്, ഇൻവെന്ററി മാനേജ്മെന്റ്, വെൻഡർ മാനേജ്മെന്റ് തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏത് സോഫ്റ്റ്വെയറിലേക്കാണ് ആഡ് ചെയ്യുന്നത്? CMMS-ലേക്കാണ് ആഡ് ചെയ്യുന്നത് അല്ലെ? CMMS സോഫ്റ്റ്വെയറിലേക്കാണ് എല്ലാ കാര്യങ്ങളും, അതായത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്ക്സുകളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻ കേസ് പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് റിക്വസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് അത് CMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും എവിടെയാണെന്നൊക്കെ ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ മാറ്റുന്നതിലൂടെ എന്താണ് എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളൊരു പേപ്പർ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് എല്ലാത്തരം പ്രിവെന്റീവ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ രീതിയിൽ ആക്സസ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്ത് അതിന്റെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, CMMS സോഫ്റ്റ്വെയറിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്കോപ്പാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബഡ്ജറ്റ് മാനേജ്മെന്റ്, കോൺട്രാക്ട് മാനേജ്മെന്റ് തുടങ്ങി പീപ്പിൾ മാനേജ്മെന്റ് വരെ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, you need modern software solution like Limbuild that will help you automate, organize a timeline for all maintenance related activities. As an added bonus, having all of the maintenance data in one place will help you track cost and find sensible cost cutting measures, improvements that can remove some burden from your operational budgets. ഇനി നമ്മൾ CMMS ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ കൂടിയാണ് എന്താ, ഒരു മോഡേൺ സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് എന്താ, Limbuild സോഫ്റ്റ്വെയർ. എന്താണ് Limbuild? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലിംബിളിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് എഴുതി വെക്കാം കേട്ടോ. ലിംബിൾസിനെ കുറിച്ച്, ലിംബിൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് ടീച്ചർക്ക് പറയാം, അതൊന്ന് നോട്ട് ചെയ്യാം. Limbuild is a computerized maintenance management software. Limbuild is a എഴുതുന്നുണ്ടോ? Yes. Limbuild is a computerized maintenance management system, അല്ലെങ്കിൽ software. Limbuild is a computerized maintenance management system. Okay. ഇതിന് പ്രാക്ടിക്കലി CMMS കിട്ടുള്ളൂ കേട്ടോ. Limbuild is a computerized maintenance management system. ബ്രാക്കറ്റിൽ CMMS എന്ന് എഴുതാം. This software designed to optimize maintenance operations. Software designed to optimize maintenance operations, comma, asset management, maintenance operations, comma, asset management, and overall operational efficiency. Limbuild is a computerized maintenance management system, CMMS. The software designed to optimize
maintenance operations, asset management, asset management, and overall operations efficiency. Okay, എന്താണ് ലിംബിൾ സോഫ്റ്റ്വെയർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? എന്തിനു വേണ്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്? മെയിൻ്റനൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു എന്താണ് അത് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ലിംബിൾ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുന്നു. പ്രത്യേകമായി മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഓട്ടോമേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിംബിൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഒരു ടീം ലൈൻ സൃഷ്ടിച്ചുകൊണ്ട്, അതായത് ഒരു കൃത്യമായ ഒരു ലൈൻ സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് അതിൽ ആക്ടിവിറ്റീസുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാം, അസറ്റൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ എന്താണ് bonus, having all of the maintenance data in one place will help you track cost and find sensible cost cutting measures. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് എല്ലാ ഡാറ്റാസും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും എവിടെയൊക്കെയാണ് അസറ്റ് ട്രാക്കിംഗ് ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തുവാനും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്നു. ഓക്കെ, ഇവിടെ ഇതിനൊരു അധിക ബോണസ് എന്ന രീതിയിലാണ് ലിംബിൾ സോഫ്റ്റ്വെയറിനെ നമ്മൾ പറയാം. ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണസ് ഇല്ലാന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കുറെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറ്റകുറ്റപ്പണികളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പ്രത്യേകിച്ച് അധിക ചിലവുകൾ വരുന്ന സമയങ്ങളിൽ അധിക ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നതിലൂടെ കൃത്യമായ ഡാറ്റാസുകൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് അധിക ബജറ്റുകൾ അല്ലെങ്കിൽ അധിക ചിലവുകൾ വരുന്നതൊക്കെ എന്താണ് നമുക്ക് ആ ചിലവ് ചുരുക്കി അത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ലിംബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്നു. ഓക്കെ, യെസ്. ഇപ്പൊ ലിംബിൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചർ എഴുതി തന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, എന്താണത് പ്രധാനമായും ചെയ്യുന്നതെന്നും ഈ ഒരു പോയിന്റ് കൂടെ അണ്ടർലൈൻ ചെയ്യണം. Maintenance data in one place will help you track cost and find sensible cost-cutting measures and improvement that can remove some burden from your operation budgets. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതായത് ഈ ഡാറ്റാസ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അധിക ബഡ്ജറ്റ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അധിക ചിലവുകൾ വന്നാൽ അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ലിംബിൾ സോഫ്റ്റ്വെയർ. ഓക്കെ, ലിംബിൾ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ എല്ലാ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ലിംബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. പ്രധാനമായും എന്താണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്കുകളും അല്ലെങ്കിൽ എല്ലാ ഓപ്പറേഷൻസുകളും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം എന്താണ് അസറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഈ ഒരു ലിംബിൾ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അസറ്റുകൾ ട്രാക്ക് ചെയ്യുന്നതിനും ഇൻ കേസ് പിന്നെന്താണ് ഇൻ കേസ് ബഡ്ജറ്റ്സുകൾ കൂടുതൽ അനിയന്ത്രിതമായിട്ട് ബഡ്ജറ്റുകൾ കൂടി വരുന്ന അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ചെലവുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അധിക ബഡ്ജറ്റുകൾ, അതായത് സാധാരണ നിലയിൽ കൂടുതലായിട്ട് വരുന്ന ബഡ്ജറ്റുകൾ അധിക ചിലവുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ആക്സസ് ചെയ്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇത്രയും മനസ്സിലാക്കാൻ നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓവറോൾ ഓപ്പറേഷൻസും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് വരുന്നതാണ് CMMSന്റെ കൂടെ തന്നെ നമ്മൾ ഇന്റർലിങ്ക് ചെയ്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മോഡേൺ സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലായോ? യെസ്.
Then last best practices, hospital best practices last point ആണ് recruit and train skilled maintenance team. Recruit and train a skilled maintenance team. The recruit and എന്നുള്ള ട്ടോ. ഇവിടെ and എന്ന് എഴുതാം. Recruit and train a skilled maintenance team. ഇപ്പൊ നമ്മൾ കുറെ ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടീമിന്റെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ട മെഷേഴ്സുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത് മാത്രമല്ല വേണ്ടത്, നല്ലൊരു മെയിൻ്റനൻസ് ടീം കൂടി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. You can avoid a host of operation hitches, technical issues, liability claims, and regulatory fines by investing time and effort into recruiting and building a competent maintenance workforce. നമ്മള് ഈ മെയിൻ്റനൻസ് ടീമുമായി മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? നിർബന്ധമായിട്ട് ഒരു സോഫ്റ്റ്വെയർ കൂടെ അല്ലാതെ തന്നെ നമുക്കൊരു വർക്ക് ഫോഴ്സ് വേണം അല്ലെ. മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? മെയിൻ്റനൻസ് സ്റ്റാഫുകൾ അല്ലെ. ഒരു ടീം ഇത് എങ്ങനെയുള്ളവരായിരിക്കണം? എങ്ങനെയുള്ള ഒരു വർക്ക് ഫോഴ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്? ഇങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ളവരായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. സ്കിൽഡ് ആയിട്ടുള്ളവർ അല്ലെ. കോമ്പറ്റന്റ് ആണ് സ്കിൽഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ടീം എന്നുവെച്ചാൽ എല്ലാത്തരം കാപ്പബിലിറ്റീസ് ഉള്ള. ടെക്സ്റ്റിൽ പാരഗ്രാഫ് ഇല്ലേ? ആണോ? എല്ലാവരും ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ? ഉണ്ട്. ഉണ്ട്. ഇല്ലാത്തവര് ഇത് PDF നോക്കി ഒന്ന് എഴുതിയെടുത്തേ. ഇല്ലാത്തവരൊന്ന് PDF നോക്കി എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്താലും മതി. വേറെ ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കാം. ഒരു ടീച്ചർ പറയുന്ന പോയിന്റ് എഴുതിയെടുത്താലും മതി. അത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പേജസ് എടുക്കുമ്പോ അത് നിങ്ങളുടെ കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം കേട്ടോ. ഓക്കെ. ഇപ്പൊ റിക്രൂട്ട് ആൻഡ് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. ഇപ്പൊ നമ്മുടെ മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ് കൃത്യമായിട്ട് നടക്കുന്നതിന് എന്താണ്? നമ്മള് ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നിയമിക്കുക. ഇപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നിയമിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും? പലതരത്തിലുള്ള ഓപ്പറേഷൻ ഹെഡേക്സ്, അതായത് പലതരത്തിലുള്ള എന്താ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കള്ളവേതനങ്ങൾ, അല്ലെങ്കിൽ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ലയബിലിറ്റി ക്ലെയിംസ് ആൻഡ് റെഗുലേറ്ററി ഫൈൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുമൂലം ഒഴിവാക്കാൻ സാധിക്കും? ഒരു സ്കിൽഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ടീമാണ് അതിനകത്ത് വർക്ക് ചെയ്തെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവർക്ക് എന്താണ് ഇപ്പൊ മെയിൻ്റനൻസ് ടീമിലെ വർക്ക് ഫോഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ, അതായത് സ്കിൽഡ് ആയിട്ടുള്ളവർ തിരഞ്ഞെടുക്കുക മാത്രമല്ല കൃത്യമായ രീതിയിൽ അവർ പരിശീലനം കൊടുക്കുക അല്ലെ. നല്ല രീതിയിൽ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ നിരന്തരം പരിശീലനങ്ങൾ കൊടുത്തിട്ട് വേണം അവരെ ഈ ഒരു വർക്ക് ഫോഴ്സിലേക്ക് അവരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്? ടെക്നിക്കൽ ഇഷ്യൂസ്, ലയബിലിറ്റി ക്ലെയിംസ് ആൻഡ് റെഗുലേറ്ററി ഫൈൻസ്. ഓക്കെ. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു നല്ലൊരു മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ് വരുന്നതോടുകൂടി നമുക്ക് അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. അപ്പൊ അതും ഒരു ബെസ്റ്റ് പ്രാക്ടീസസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ. ഈ ഒരു പോയിന്റ് വേണ്ട കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് വേണ്ട, ഇവിടം വരെ പഠിച്ചാൽ മതി. മനസ്സിലായോ? ഈ ലാസ്റ്റ് പോയിന്റ് റിക്രൂട്ട്, ട്രെയിൻ ആൻഡ് സ്കിൽഡ് മെയിൻ്റനൻസ് ടീം എന്ന് പറയുന്നത്. ഓക്കെ. ടീച്ചർ ഒന്നുകൂടി പറയുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഒന്നുകൂടി പറയണോ? ഇവിടെ നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? ഫർസാന, എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു വർക്ക് ഫോഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇഷ്യൂസുകൾ, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, ലയബിലിറ്റി ക്ലെയിംസ് അല്ലെങ്കിൽ മറ്റ്
ഓപ്പറേഷനിൽ വരുന്ന ഡിലേസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു പരിധി വരെ എന്നല്ല മിക്ക പ്രോബ്ലംസും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ നല്ല രീതിയിലുള്ള സ്റ്റാഫുകൾ പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റ്. യെസ്. ആണോ? ഒരു മിനിറ്റ്. ആ നോട്ട് ഒന്നുകൂടി പറയണോ? ലിംബൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. എഴുതിയെടുക്കണോ? കേൾക്കാമോ? യെസ്. ലിംബൽ is a computerized maintenance management software അല്ലെങ്കിൽ സിസ്റ്റം. Software designed to optimize maintenance operations, asset management, and overall operational efficiency. LIMS, computerized maintenance management system, is a software designed to optimize maintenance operations, asset management, and overall operational efficiency. Okay. നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസുകൾ കഴിഞ്ഞു. പേരെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇതിന്റെ ഹെഡ്ലൈൻസ് പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കണം. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസിന് ഫസ്റ്റ് നമ്മൾ ഏതാണ് പഠിച്ചത്? അപ്ലൈ പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്, TDM എന്താണെന്നുള്ളത് പഠിക്കണം. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതുപോലെ ഹെഡ് പോയിന്റ്സ് എങ്കിലും നോക്കി വെക്കണം കേട്ടോ. ഉള്ളിലുള്ളത് കംപ്ലീറ്റ് പഠിച്ചില്ലെങ്കിലും ഹെഡ് പോയിന്റ്സ് പഠിക്കുക. CMMS ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിന്റെ സ്കോപ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇതിലെ ലിംബിൾ സോഫ്റ്റ്വെയർ ഇമ്പോർട്ടന്റ് ആണ്. ലിംബിൾ സോഫ്റ്റ്വെയർ എന്തിനാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് ഇനിയും വരുന്നുണ്ട്. എന്തൊക്കെയാണ്? 6 ബെസ്റ്റ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ്. 6 ബെസ്റ്റ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ്. അതായത് ഹോസ്പിറ്റൽ ബിൽഡിങ്സുകൾ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മികച്ച 6 രീതികൾ, അതായത് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മികച്ച രീതികൾ പ്രത്യേകമായിട്ട് ഒരു 6 മികച്ച ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഒരു മിനിറ്റ്. യെസ്, തുറക്കാട്ടോ.
കേൾക്കാമോ? അപ്പോൾ ഹോസ്പിറ്റലിലെ കെട്ടിട അറ്റകുറ്റപ്പണികളുമായി മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മികച്ച 6 രീതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? Often hospital maintenance teams struggle to achieve complete transparency regarding their assets, locations, and histories. Without an accurate asset inventory and digital floor plans, maintenance programs are more challenging to implement and less effective. Due to this, an essential part of the planning and implementation of the hospital maintenance program is data reliability. അതായത് നമ്മൾ എത്രത്തോളം ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള വർക്കുകൾ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അസറ്റ് ട്രാക്കിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രോഗ്രാംസിലും എത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതായത് ചില പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പറേഷൻസും അതിലെല്ലാം പെടാം അല്ലെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടാം. പക്ഷെ നമുക്കത് എല്ലാ കാര്യങ്ങളും എന്താണ് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില പദ്ധതികൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൻ്റനൻസുമായി വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്താണ് കൃത്യമായ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് കുറച്ചുകൂടി അത് വലിയ ശരിക്കും പറഞ്ഞാൽ ചാലഞ്ചിങ് ആണ്. അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റാത്തത് വളരെയധികം ചാലഞ്ചിങ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതിൽ മികച്ച രീതിയിൽ കുറച്ചുകൂടി നമുക്കത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പ്രാക്ടീസുകൾ നമ്മൾ സ്വീകരിക്കുന്നത് കൃത്യമായിട്ട് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ആസൂത്രണം ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഡാറ്റ റിയബിലിറ്റി ആണ്. അതായത് ഡാറ്റ വിശ്വാസ്യതയാണ് ഏറ്റവും ഇംപ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കൃത്യമായ ഡാറ്റാസ് ആദ്യം ഉറപ്പുവരുത്തണം അല്ലെ. ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പ്രോഗ്രാംസുകളെല്ലാം നടക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന എല്ലാ ബെസ്റ്റ് ഡാറ്റാസും എങ്ങനെയായിരിക്കണം? വിശ്വസനീയമാകുന്ന അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കണം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മെയിൻ്റനൻസ് ബിൽഡിംഗ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ്റനൻസ് ബിൽഡിങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് നോക്കാവുന്ന കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മികച്ച രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ഏതാണെന്ന് പറയുമ്പോൾ ഞാൻ ടിക്ക് ചെയ്ത് തരാം. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാവരും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? റിഗാർഡ്ലെസ് ഓഫ് യുവർ മെയിൻ്റനൻസ് സ്ട്രാറ്റജി കൺസിഡർ ഹൗ യുവർ ഹോസ്പിറ്റൽ സിസ്റ്റം മെയിൻ്റനൻസ് സ്ട്രാറ്റജി അലൈൻ വിത്ത് ദ ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരുപാട് പ്രോഗ്രാംസ് പ്രത്യേകിച്ച് 6 സ്ട്രാറ്റജീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കൺസിഡർ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 പ്രാക്ടീസസുകൾ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. എന്താ പറയുന്നത്? ഡിജിറ്റൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അതായത് ഇൻവെന്ററീസും ഫ്ലോർ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഡിജിറ്റൈസ് ചെയ്യുക. എല്ലാത്തരം അസറ്റ്സുകളും അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻസുകളും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൈസ് ചെയ്യണം. നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ എന്താണ് പറയുന്നതെന്ന്? ഫസ്റ്റ് പ്രാക്ടീസ് ഫസ്റ്റ് മികച്ച രീതി എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അതായത് നമ്മുടെ കൃത്യമായിട്ട് ഇൻവെന്ററീസ് അല്ലെങ്കിൽ അസറ്റ്സുകൾ അല്ലെങ്കിൽ ഇൻവെന്ററി ഫ്ലോർ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഡിജിറ്റൈസ് ചെയ്യുക. Then for multi-hospital system, you need a single truth for all healthcare maintenance operations. അതായത് എല്ലാ ആരോഗ്യ സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കും എന്താണ് നമ്മൾ വളരെ ട്രൂത്ത്ഫുൾനെസ് ആയിട്ട് അതായത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന വർക്കുകൾ മാത്രമായിരിക്കും എന്താണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ വേറെ തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും തന്നെ കാണിക്കാനായിട്ട് പാടുള്ളത്. ഓക്കെ, whether you have a CMMS integrated with machine learning and business intelligence software, you are
Connecting everything into a maintenance program must be informed by your environment's historical data. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓപ്പറേഷൻസ് അതിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഓപ്പറേഷൻസും നമ്മൾ ഏതിലാണ് ഇന്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സോഫ്റ്റ്വെയറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, CMMS-ഉമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് എല്ലാ മെയിൻ്റനൻസ് പ്രോഗ്രാംസുകളും കൃത്യമായിട്ട് ആക്സസ് ചെയ്യുന്നതിനും കൃത്യമായിട്ട് അത് നടക്കുന്നത് എഫക്റ്റീവായിട്ട് നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് CMMS-ൽ എല്ലാത്തരം ഓപ്പറേഷൻസും ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി in the absence of accurate data you may face the risk. നമ്മള് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മെയിൻ്റനൻസ് ടീമിന്റെ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓപ്പറേഷൻസിന്റെ ഒറ്റ ഡാറ്റാസും അല്ലെങ്കിൽ ഈ ഡാറ്റകളൊന്നും തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ പറയുന്ന റിസ്കുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈ ഡാറ്റാസ് ഒന്ന് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ അഭാവത്തിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള അപകട സാധ്യതകൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. The absence of accurate data, അതായത് ഡാറ്റയുടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ കൃത്യമായിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പലതരത്തിലുള്ള അപകട സാധ്യതകൾ നമ്മൾ ഫേസ് ചെയ്ത് വരും. അതിൽ ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? failing complaints inspection that incur fines and risk your hospital accreditations. നമ്മുടെ ഡാറ്റാസ് ആക്യുറേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന പ്രശ്നം എന്താണ്? ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മള് കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ വരും കംപ്ലൈന്റ്സ് വരുമ്പോൾ എന്താ നമ്മൾ പലതരത്തില് ഫൈനുകൾ അടയ്ക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരുന്നത്. അതായത് പിഴ ഈടാക്കാനും അതോടൊപ്പം തന്നെ എന്താണ് അത് എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഈ ഹോസ്പിറ്റലിന് കംപ്ലൈന്റ്സ് വരികയാണ് അല്ലെങ്കിൽ നമ്മളൊരു പിഴ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഹോസ്പിറ്റലിൽ എന്തിനു ബാധിക്കുന്നു? അക്രഡിറ്റേഷൻസിനെ ബാധിക്കാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ റെപ്യൂട്ടേഷൻ ആണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. ആക്യുറേറ്റ് ഡാറ്റ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻസ്പെക്ഷൻസ് വരുമ്പോൾ എന്താണ് പരാതികൾ വരുമ്പോഴാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് വരുന്നത് അല്ലെ. ആ സമയത്ത് നമ്മൾ ഫൈൻ അടക്കേണ്ടതും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ആക്യുറേറ്റ് ഡാറ്റയുടെ ബേസിസിലെ ഫസ്റ്റ് റിസ്ക് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? forgetting to implement PMI or maintenance on assets that later fail and cause crucial business disruption. Forgetting to implement PMI or maintenance on asset that later fail cause critical business disruption. ഇനി അടുത്ത അപകട സാധ്യത എന്ന് പറയുന്നത് എന്താണ്? PMI എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ. എഴുതി വെക്കുക കേട്ടോ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ ആണ് PMI. കണ്ടോ? Preventive maintenance inspection. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മള് കൃത്യമായിട്ട് ഒരു നമ്മുടെ മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്പെക്ഷൻസ് അല്ലെ, ഇൻസ്പെക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ, അതായത് ഒരു നിശ്ചിത ഇടവേളകളിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഈ ഇൻസ്പെക്ഷൻ നടത്തുന്നത് അല്ലെ. അതായത് എല്ലാ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഇത് ഈ ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ നമ്മൾ നടത്താതിരുന്നാൽ, അതായത് അസറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഇൻസ്പെക്ഷൻ നമ്മൾ നടത്താതെ ഹോസ്പിറ്റലിൽ മറന്നു പോവുകയാണെങ്കിൽ അത് എന്തിനെയായിരിക്കും ബാധിക്കുന്നത്? ഗുരുതരമായിട്ടുള്ള ബിസിനസ് തടസ്സങ്ങൾ, അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഫങ്ഷൻസും അത് തകരാറിലാക്കുകയാണ്. അതായത് അവിടെ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അവിടെ തരം പലതരം അപകടങ്ങൾ വരെ സംഭവിച്ചത്, പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ ബിസിനസ് ഡിസ്റപ്ഷൻസ് വരെ സംഭവിച്ചത് നമുക്ക്, അതായത് ഗുരുതരമായിട്ടുള്ള ബിസിനസ് തടസ്സങ്ങൾക്ക് വരെ അത് കാരണമായേക്കാം. എന്ത് നടത്തിയില്ലെങ്കിൽ? കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തിയില്ലെങ്കിൽ, ഡെയിലി നടക്കുന്ന വർക്ക് ഫ്ലോസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കിയേക്കും.
അപ്പൊ രണ്ടാമത്തെ അപകട സാധ്യത എന്ന് പറയുന്നത് PMI ഇൻസ്പെക്ഷൻസ് കൃത്യമായി നടന്നില്ലെങ്കിൽ പലതരത്തിലുള്ള ഗുരുതര സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ഓക്കെ, ഇൻകേസ് ഒരു വലിയ ചിലപ്പോൾ നമ്മൾ എന്താ പറയുന്ന ബ്ലാസ്റ്റ് വരെ ചിലപ്പോൾ സംഭവിക്കാനും സാധ്യത, ചിലപ്പോൾ ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ തകരാറുകൾ വന്നാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ പലതരം അപകടങ്ങൾക്ക് വരെ കാരണമായേക്കാം അല്ലെ. യെസ്. മൂന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? സ്പെൻഡിങ് unnecessary resources on inventory when you had what you need at all along. Spending unnecessary resources on inventory when you had what you needed all along. ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ മൂന്നാമത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ മെയിൻ്റനൻസ് വർക്കില് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട്, എന്തായിട്ടും പിന്നെന്താണ് ആവശ്യമുള്ള റിസോഴ്സസ് എന്തായിട്ടും നമ്മൾ ഇൻവെന്ററിയിൽ കൂടാത്ത സാധനങ്ങൾ കൂടി ചെലവഴിക്കുകയാണെങ്കിൽ അതും എന്താണ് അപകട സാധ്യതയാണ്. അതായത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള എല്ലാം കൈവശം ഉണ്ടെങ്കിൽ പോലും എന്താണ് നമ്മള് അനാവശ്യമായിട്ട് കുറെ വിഭവങ്ങൾ എന്താണ് മറ്റ് അനാവശ്യ വിഭവങ്ങൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിലും അതും ഒരു അപകട സാധ്യതയാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഇൻവെന്ററിയിൽ നമ്മൾ കറക്റ്റ് ഡാറ്റ ഉണ്ടാവും അല്ലെ, അത് ഡാറ്റയിൽ കൂടാതെ അതായത് എന്തെങ്കിലും തരം ക്രമക്കേടുകൾ കാണിച്ച് കൂടുതൽ വിഭവങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഒരു അപകട സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ്? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറെ സാധനങ്ങൾ ഉണ്ട്, അത് ഉണ്ടായിട്ടും അതിൽ കൂടുതൽ എക്സ്ട്രാ സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയാണ്, അതായത് അനാവശ്യമായിട്ട് കുറെ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത്തരം സിറ്റുവേഷൻസ് എന്താണ്, അതും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ല, അവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ല. ആക്യുറേറ്റ് ഡാറ്റയാണ് നമ്മൾ സ്വീകരിക്കുന്നതാണ്, അത്തരം സപ്ലൈസ് മാത്രം നമ്മളവിടെ ഉപയോഗിക്കും അല്ലെ. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് ശരിക്കും ഒരു അനാവശ്യ ചിലവുകൾ, അത് അനാവശ്യമായിട്ട് വിഭവങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അതും ഒരു റിസ്ക് തന്നെയാണ്. അടുത്തത് എന്താണ്? ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് യുവർ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ആക്യുറേറ്റ് CAD drawings. Improper utilization of your interior and exterior space without accurate CAD drawings. അതായത് നമ്മുടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന ഡ്രോയിങ്സുകൾ, അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന CAD ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കേട്ടോ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഇസ് എ സോഫ്റ്റ്വെയർ. അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഇസ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അതായത് മെയിൻ്റനൻസ് എയ്ഡഡ് അല്ല കേട്ടോ, എയ്ഡഡ്, AIDED, എയ്ഡഡ്, എയ്ഡഡ് ഡിസൈൻ. Computer aided design is a software. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അതായത് CAD ഡ്രോയിങ്സ് ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ഇന്റീരിയർ എക്സ്റ്റീരിയർ ആയിട്ടുള്ള സ്പേസ്, ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടുള്ള സ്പേസുകളുടെ ഡ്രോയിങ്സുകൾ നമ്മൾ വരയ്ക്കുന്നത്, അതിന്റെ ഡിസൈനുകളൊക്കെ വരയ്ക്കുന്നത്. പക്ഷെ അത് ഇംപ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ CAD ഡ്രോയിങ്സ് ഉപയോഗിക്കാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും കുറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തരത്തില് നമ്മുടെ ഡ്രോയിങ്സുകൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് ചിലപ്പോ നമുക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ് ചെയ്യുന്ന വർക്കുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? CAD എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടുള്ള സ്പേസുകൾ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുന്നത്, ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്? ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടുള്ള സ്പേസസ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്, അതായത് ബിൽഡിങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സ്പേസസുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഇംപ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ടുള്ള CAD ഡ്രോയിങ്സുകൾ ഉപയോഗിക്കാതെ എന്താണ് നമ്മള്
അനുചിതമായിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, CAD ഡ്രോയിങ്സുകൾ മാത്രമായിരിക്കണം നമ്മളെ ഇത്തരത്തിലുള്ള ഡിസൈൻസുകൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു അപകട സാധ്യതയാണ്. നമ്മൾ പറഞ്ഞ എന്താണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, അതായത് നമ്മുടെ കൊടുക്കുന്ന ഡാറ്റാസ് ആക്യുറേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് റിസ്കുകളാണ് അല്ലെ. ഫസ്റ്റ് വന്ന റിസ്ക് എന്താണ് നമ്മൾ പറഞ്ഞത്, ഇൻസ്പെക്ഷൻസ് കംപ്ലൈൻസ് വരുമ്പോൾ ഇൻസ്പെക്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് പലതരത്തിലും ഫൈൻസ് അടക്കേണ്ടി വരും. അത് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷനാണ് അല്ലെങ്കിൽ അക്രഡേഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഈ PMI പ്രിവെന്റീവ് മെയിന്റനൻസ് ഇൻസ്പെക്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമായേക്കാം. ദെൻ അടുത്തത് സ്പെൻഡിങ് അൺനെസസറി റിസോഴ്സസ് ഓൺ ഇൻവെന്ററി വെൻ യു ആർ ഹാഡ് വാട്ട് യു നീഡഡ് ഓൾ അലോങ്, അതായത് നമ്മൾ ആവശ്യത്തിനധികം വിഭവങ്ങൾ ഉണ്ടായിട്ടും അനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചാലും അത് ഒരു അപകട സാധ്യതയാണ്. ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ആക്യുറേറ്റ് CAD ഡ്രോയിങ്സ്, അതായത് CAD ഡ്രോയിങ്സ് അല്ലാതെ അത് ഇംപ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇന്റീരിയർസിലൊക്കെ എന്തെങ്കിലും തകരാറ്, ഇന്റീരിയർ സ്പേസിലൊക്കെ എന്തെങ്കിലും തകരാറ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? If your building documentation is out of date or missing, it is important to up-to-date existing drawings and create missing on non-existing drawings. The final drawings should represent your building is its actual as-built state. എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ബിൽഡിങ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസ് ഇപ്പൊ മിസ്സിംഗ് ആവുക അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം എന്താണ്, നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ CAD ഡ്രോയിങ്സ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ബിൽഡിങ്സ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ എല്ലാ ബിൽഡിങ്സിലെ ഡിസൈനുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പലതരത്തിൽ ഇപ്പൊ പല ഡോക്യുമെന്റേഷൻസിൽ എന്താണ് പല രീതിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം വരയ്ക്കുന്ന ഡ്രോയിങ് അല്ല നമ്മൾ അവിടെ പണിയുന്നത് അല്ലെ. ഒരു പ്രാവശ്യം വരച്ചിട്ടാണോ നമ്മൾ പണിയുന്നത്? അല്ല, പിന്നെയും വരച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്സിൽ ഏതെങ്കിലും ബ്ലോക്ക് ഒക്കെ നമ്മൾ ആ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കും. പക്ഷെ ഏറ്റവും അവസാനം വരയ്ക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം അല്ലെ. ഫൈനലായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഡ്രോയിങ് ഡിസൈൻ എന്ന് പറയുന്നത് ഏറ്റവും ആക്ച്വൽ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യതയുള്ളതും ഏറ്റവും ഫൈനൽ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ഡ്രോയിങ് ആണത്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ചെയ്ത് വരച്ചു, പലതരത്തിൽ മാറ്റങ്ങൾ കൊടുത്തു, പല ബിൽഡിങ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, പല ഓപ്പറേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, ഇത് കൃത്യമായിട്ട് അവസാനം നമ്മളത് ഡിസൈൻ ചെയ്യും അല്ലെ. അപ്പൊ അത് ലാസ്റ്റ് ഡ്രോയിങ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഫൈനൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോ ഫൈനൽ ഡ്രോയിങ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി നമ്മൾ ബിൽഡിങ്സുകൾ അവിടെ പണിയാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്വീകരിക്കേണ്ട കുറച്ച് ഫ്ലോർ പ്ലാൻ ബിൽഡിങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പദ്ധതികൾ എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ആശുപത്രിയുടെ കെട്ടിട ഫ്ലോർ പ്ലാനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഡ്രോയിങ്സ് വരയ്ക്കില്ല, നമ്മൾ CAD ഉപയോഗിച്ച് ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫ്ലോർ പ്ലാൻസുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ആ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, പേരുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പറയട്ടെ. യെസ്, നോക്കാം. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്, ബിൽറ്റ്-ഇൻ ഫീച്ചേഴ്സ്, പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ്, HVAC components, measurement is all accessible, doors, വിൻഡോ എന്നാണ് ടെക്സ്റ്റിൽ ഒന്ന് നോക്കണം കേട്ടോ. വിൻഡോ എന്നാണ്. സ്കൈലൈറ്റ്, ഓപ്പണിങ്സ്, സ്റ്റെയർസ്. ഇനി ഇത് ഇന്റീരിയർ വരുന്നത്. എക്സ്റ്റീരിയർ വരുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസ് ഇൻക്ലൂഡ് പാറ്റിയോസ്, ബാൽക്കണീസ് ആൻഡ് അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്. എന്താണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ് എന്ന് പറയുന്നത്? നമ്മുടെ അകത്തും പുറത്തും വരുന്ന മതിലുകൾ അല്ലെ.
ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ട് വരുന്ന വാളുകൾ. ഓക്കെ, അപ്പൊ അതെന്താണ്, കൃത്യമായിട്ടൊരു ഡ്രോയിങ്സ് തന്നെ അതിൽ വരണം. അതായത് കൃത്യമായ പ്ലാനിങ്ങോട് തന്നെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് വളരെ പോസിബിൾ ആയിട്ട് ആ ഒരു ബിൽഡിംഗ് പണി തീർന്നു വരണമെങ്കിൽ എന്താണ്, നമ്മുടെ അകത്ത് പുറത്ത് വരുന്ന വാളുകൾ അല്ലെങ്കിൽ മതിലുകൾ എങ്ങനെയായിരിക്കണം, കംഫർട്ടബിൾ ആയിട്ടായിരിക്കണം അത് ഡ്രോയിങ് ചെയ്യുന്നത്. അടുത്തത് ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ്. എന്താണ് ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ്? പണിയുന്ന എല്ലാ വാളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരം മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിലും എന്താണ്, നമ്മൾ അതൊരു ഫീച്ചർ ആയിരിക്കണം. അല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സ് കൊടുക്കും കാണാനായിട്ട്. എന്താണ്, കുറച്ചുകൂടി നമുക്കൊരു ഭംഗി എന്നൊക്കെ പറയുന്നത് വളരെ സ്റ്റാൻഡേർഡും ആയിരിക്കണം. അത് കാണാൻ നല്ല ഫീച്ചേഴ്സ് അതിന്റെ അല്ലെങ്കിൽ ഇപ്പൊ മതിലാണെങ്കിൽ കൂടി ചെയേഴ്സ് ആണെങ്കിൽ കൂടി എന്താണ്, പണിത് ചില ഹോസ്പിറ്റലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട് ചിലത്തെ ബിൽഡിങ്സ് കണ്ടു കഴിഞ്ഞാൽ അല്ലെ. അത്രയ്ക്ക് മനോഹരമായിട്ടായിരിക്കും അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഡോർ ആയാലും വിൻഡോസ് ആണെങ്കിലും എന്താണ് വളരെ ഭംഗിയായിട്ടായിരിക്കും അവർ പണിതിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നല്ല പ്രത്യേകത കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ക്രിയേറ്റിവിറ്റി കൊടുത്തിട്ടായിരിക്കും അവർ തയ്യാറാക്കുന്നത്. ഓക്കെ, ദെൻ പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ്. പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ് എന്താണ്? പ്ലംബിംഗുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് ബിൽഡിംഗ് പണിയുന്ന സമയത്താണ് ഇതൊക്കെ എവിടെയാണ് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു ബിൽഡിങ്സിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. പ്ലംബിംഗുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഫിക്സ്ചേഴ്സും എല്ലാ വാളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പ്ലംബിംഗ് ഫിക്സേഴ്സ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുന്ന രീതിയിലാവരുത്. ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ അതൊക്കെ മറയ്ക്കുന്ന രീതിയിലായിരിക്കണം ആ ബിൽഡിങ്സുകൾ പണിതുയർന്നു വരേണ്ടത്. ഓക്കെ, HVAC components. HVAC components. എന്താണ് HVAC components? H for heating. നോട്ട് ചെയ്യാം കേട്ടോ. heating, ventilation, ventilation and air conditioning components. Heating, ventilation and air conditioning components. Air conditioning components. H for heating, V for ventilation, AC for എന്താണ്? Air conditioning components. എന്താണത്? നമ്മളൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതായത് എന്താണ്, ഇവയെല്ലാം എങ്ങനെയായിരിക്കണം? കംഫർട്ടബിൾ ആയിരിക്കണം. ഹീറ്റിംഗ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം, ഫിൽറ്ററിംഗ് സംവിധാനം, എയർ കണ്ടീഷൻ ആയിരിക്കണം. ഇത് എല്ലാ ബിൽഡിങ്സിലും കൃത്യമായ രീതിയിൽ നമ്മള് കൃത്യമായ രീതിയിൽ ആഡ് ചെയ്താൽ മാത്രമാണ് എന്ത്, പ്രത്യേകമായിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ടെമ്പറേച്ചർ നിലനിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റീസ് അല്ലെങ്കിൽ എയർ ക്വാളിറ്റീസ് ഒക്കെ നിലനിർത്തേണ്ടതുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ബിൽഡിങ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ, എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ അതായത് HVAC എന്ന ഈ 4 കമ്പോണൻസുകൾ അല്ലെങ്കിൽ ഈ 3 കമ്പോണൻസുകൾ ഒരുമിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ ആ ബിൽഡിങ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. ആ ബിൽഡിങ്സിൽ നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ HVAC കമ്പോണൻസുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കണം ആ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഡ്രോയിങ്സുകളുടെ അല്ലെങ്കിൽ ഫീച്ചേഴ്സുകൾ നമ്മൾ വരയ്ക്കും അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ HVAC കമ്പോണൻസ് എന്താണെന്ന്? ഓക്കെ, ഇതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കണം കേട്ടോ. H for heating, V for ventilation and AC for air conditioning. Then measurement is all accessible. Measurement is all accessible. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ്, ബിൽഡിംഗ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? അതിന്റെ മെഷർമെന്റ് അല്ലെ. മെഷർമെന്റ് എന്താണ്? കൃത്യമായ അളവോടുകൂടി അല്ലെ. കൃത്യമായിട്ട് അത് ഓരോ ബിൽഡിങ്സിന് അല്ലെങ്കിൽ ഓരോ റൂമുകൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോറിഡോർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു അളവുണ്ടോ അല്ലെ. കൃത്യമായ മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു റൂം ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റെയർസിന്റെ അല്ലെങ്കിൽ കോറിഡോർസ് ആണെങ്കിലും അതിന് കൃത്യ അളവുകൾ ഉണ്ടായിരിക്കും. ആ അളവിൽ തന്നെ ആയിരിക്കണം നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ചെയ്ത അളവിൽ തന്നെ ആയിരിക്കണം നമ്മളത് പണി ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ മെഷർമെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ബിൽഡിങ്സിലേക്ക് എന്തെങ്കിലും തകരാറുകൾ വരുന്നത്. ഓക്കെ, കൃത്യമായ അളവിലാണ് നമ്മളത് പണിയുന്നെങ്കിൽ എന്താണ് വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ,
മെഷർമെന്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? കൃത്യമായ രീതിയിലുള്ള മെഷർമെന്റ് ആയിരിക്കണം. ദെൻ ഈ 4 പോയിന്റ്സിൽ ഉൾപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളാണ് ഡോർസ്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡോർസിന്റെ വലിപ്പം മെഷർമെന്റ് ഒക്കെ കൃത്യമായിരിക്കണം. വിൻഡോസ് വരേണ്ട പ്രദേശം, വരേണ്ട സ്പേസസിൽ തന്നെ വിൻഡോസ് വരണം അല്ലെ. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അടച്ച രീതിയിൽ കാണാറുണ്ട്. അതായത് അവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. ചില സിറ്റുവേഷൻസ് ആകുമ്പോൾ ഭയങ്കര ഇരുട്ട് പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അപ്പൊ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പേസസിൽ എന്ത് കൊടുക്കണം? വിൻഡോസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, യെസ്. അതായത് കൃത്യമായ സർക്കുലേഷൻ, നമ്മുടെ എയർ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ കൂടാതെ തന്നെ എന്താണ് നമുക്ക് പുറത്തേക്കും അകത്തേക്കും എന്താണ് കൃത്യമായ രീതിയിലുള്ള ഒരു സൂര്യപ്രകാശം കൂടി അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലാതെ കൂടി എന്താണ് നമ്മള് കംപ്ലീറ്റ് ഇതിനെ അടച്ചിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇപ്പൊ പ്രത്യേകമായിട്ടുള്ള പ്ലേസസിൽ മാത്രമാണ് നമ്മളിപ്പോ സ്റ്റെയർ കയറുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ OP-യിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിൻഡോസ് നമ്മൾ കാണുന്നത്. മിക്ക സ്ഥലങ്ങളും അത് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പേസിൽ, അതായത് ആപ്റ്റ് ആയിട്ടുള്ള സ്പേസിൽ കൃത്യമായിട്ട് എന്ത് കൊടുക്കുക? വിൻഡോസ് ഡിസൈൻ ചെയ്യുക. Then skylights എന്താണ്? skylight അറിയാമോ? സ്കൈലൈറ്റ് അറിയാമോ പിള്ളേരെ? സൂര്യ വെളിച്ചം മലയാളമാക്കല്ലേ? സ്കൈലൈറ്റ് റൂഫിംഗ് ഒക്കെ കേട്ടില്ല നമ്മള്? സ്കൈലൈറ്റ് റൂഫിംഗ് വെന്റിലേഷൻ ആണ് ശരിക്കും. സ്കൈലൈറ്റ് റൂഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തേക്ക്, ഹോസ്പിറ്റലിന് അകത്തേക്ക് അല്ലെങ്കിൽ ബിൽഡിങ്സിന്റെ അകത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇരുട്ടല്ല കിട്ടുന്നത്. നമ്മള് ശരിക്കും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൈലൈറ്റ് റൂഫിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചില ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്കൈലൈറ്റ് റൂഫിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നത് അല്ലെ. നല്ല രീതിയിൽ നമുക്ക് റൂഫിംഗ് നല്ല അതായത് യെസ്, വിൻഡോസ് ഇൻസ്റ്റാൾഡ് റൂഫ് ഓർ സീലിംഗ്. നമ്മൾ മിക്കതും എന്താണ് വിൻഡോസിലും കാണാറുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ റൂഫിംഗിലാണ് സ്കൈലൈറ്റ് റൂഫിംഗ് വെക്കാറ് അല്ലെ. അപ്പോ നമുക്ക് ആവശ്യത്തിന് മതിയായിട്ടുള്ള തരത്തിലുള്ള സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്സ് ആയിട്ട് നമുക്ക് തന്നെ തോന്നും അല്ലെ. എപ്പോഴും ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് തന്നെ തോന്നും. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റ്സ് അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കും അതിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്തരം സ്കൈലൈറ്റ് റൂഫിംഗ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ അങ്ങനെയുണ്ട്, കൂടുതൽ കണ്ടിട്ടുണ്ട്. ഓപ്പണിങ്സ് ഉണ്ടാവും. ഓപ്പണിങ്സ് എന്താണ്? ഓപ്പണിങ്സ് അറിയാലോ എന്താണ്? ഓപ്പൺ സ്പേസസ് അല്ലെ. അതായത് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ നോക്കാനെ ഹോസ്പിറ്റൽ ബിൽഡിങ്സിൽ എന്താണ് ഓപ്പൺ സ്പേസസുകൾ അത്യാവശ്യമാണ് അല്ലെ. ഓപ്പണിംഗ് സ്പേസസിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്. എന്താണ് ഓപ്പണിംഗ് സ്പേസസ്? നമുക്ക് അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് പോകാനുള്ള സ്പേസസുകളാണ്. പ്രത്യേകിച്ച് അത് കോറിഡോർസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. യെസ്, എൻട്രൻസ് ആയിട്ട് പറയാം. കോറിഡോർസിലായിരിക്കും മിക്കതും വലിയ ഓപ്പണിങ്സ് ഒക്കെ കാണാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ ഗാർഡനിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഓപ്പണിങ്സുകൾ കണ്ടിട്ടുണ്ട്. സ്റ്റെയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. സ്റ്റെയേഴ്സ് കൃത്യമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെ സ്റ്റെയേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല. ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? സ്റ്റെയർ വരുന്നത് അല്ലെ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത്. ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെ സ്റ്റെയർ വരാൻ കാരണം എന്താണ്? ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെ സ്റ്റെയർ വരാൻ കാരണം ഒന്നുമില്ലേ? ഒരൊറ്റ കാരണമേ ഉള്ളൂ. പേടിയുള്ളവർക്കോ? എനിക്ക് നമ്മളെ ഫയർ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ഇൻകേസ് ഫയർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മള് സ്റ്റെയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്.
അപ്പൊ അതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലെഫ്റ്റിനോട് കൂടി ചേർന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റെയറുകൾ ചെയ്യുന്നത്. ഇനി എക്സ്റ്റീരിയർ ഡിസൈൻസിൽ, എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസിൽ നമ്മൾ പ്ലാൻസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാറ്റിയോസ്. പാറ്റിയോസ് എന്താണ്? നടുമുറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വരാന്ത എന്നൊക്കെ പറയും പാറ്റിയോസ്. ബാൽക്കണീസ് ഉണ്ടാവും. അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഘടിപ്പിച്ചത് അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന കുറച്ച് ബിൽഡിങ്സുകൾ ഉണ്ടായിരിക്കും. പാറ്റിയോസ് മീൻസ് നടുമുറ്റങ്ങൾ അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെ പറയും. ഓക്കെ, ടെറസ്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് പാറ്റിയോസ് എന്ന് പറയുന്നത്. മിക്കതും ഹോസ്പിറ്റലില് നമ്മളിപ്പോ എന്താണ് ഓഫീസ് സ്പേസസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോണേക്ക് മുമ്പായിട്ട് ചില വലിയ സ്പേസസ് ഒക്കെ കാണാറുണ്ട്. ചിലപ്പോ ചില ഹോസ്പിറ്റൽ, ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവരുടെ എന്തെങ്കിലും പ്രേയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രത്യേകമായിട്ട് സ്പേസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഓപ്പണിംഗ് എന്താ പറയാ, വളരെ അത്യാവശ്യം ഒരു ഓഡിറ്റോറിയം പോലെ അല്ലെങ്കിൽ ഓഡിറ്റോറിയം പോലെ ഉള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് കുറെ പേർക്ക് അധികം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള സ്പേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പാറ്റിയോസ് കൂടിയത് പ്രത്യേകിച്ച് ഫ്ലോർ പ്ലാൻസിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. ദെൻ ബാൽക്കണീസ്. ബാൽക്കണി അറിയാലോ. ദെൻ അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ്. It is also important to provide fire evacuation maps available as engraved on the rubber plastic material to withstand environments. ഇനി നമ്മൾ ഇത്തരം പ്ലാനുകൾ മാത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്, മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് രക്ഷ നടത്താനായിട്ട് നമുക്ക് എന്താണ് ഇവാക്വേഷൻ മാപ്സുകളും കൂടി. ചില ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മൾ മാളിൽ കണ്ടിട്ടില്ലേ നിങ്ങള്, പാറ്റിയോസ് എന്ന് വെച്ചാൽ നടുമുറ്റങ്ങൾ. മാളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരു റൂട്ട് മാപ്പ് കണ്ടിട്ടുണ്ടോ, എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് കണ്ടിട്ടില്ലേ നിങ്ങൾ? മാളിലെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഫയറുമായി അല്ലെങ്കിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവാക്വേഷൻ മാപ്സുകൾ നമ്മൾ ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ കൂടി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ തീപിടുത്തം വരാനുള്ള സാധ്യത ഉണ്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അല്ലെ. നിങ്ങള് ഈ ഫ്ലോർ പ്ലാൻസിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കാം, പേരുകൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് CAD ആണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. പിന്നെ PMI. PMI എന്താണ്? പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ. പിന്നെ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, ലിംപിൾ സോഫ്റ്റ്വെയർ അല്ലെ. ലിംപിൾ സോഫ്റ്റ്വെയർ അത്രയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഫ്ലോർ പ്ലാൻസിൽ ഉൾപ്പെടുത്തേണ്ട ഏതൊക്കെ ഡിസൈൻസുകളാണെന്നുള്ളത്, ഏതൊക്കെ ബിൽഡിംഗിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കേട്ടോ. HAVAC ഇമ്പോർട്ടന്റ് ആണ്. HAVAC ചിലപ്പോൾ ഒരു ലെറ്റേഴ്സ് ഏതാണെന്ന് ചോദിക്കുള്ളൂ. H എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, V എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും ചോദിക്കും. ഓക്കെ, CMMS ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തന്ന ക്വസ്റ്റ്യൻസിലൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? മോക്ക് ടെസ്റ്റിന് തന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പോയിരുന്നു. ക്വസ്റ്റ്യൻസ് തരുമ്പോ ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോൾ അതൊന്നും ചോദിക്കുക. ടീച്ചറെ ആ ഒരു ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നമ്മളത് ഒന്നിലെ ക്വസ്റ്റ്യൻ ആക്കി തരും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.